പ്രതിപക്ഷ നേതാവിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നു. അതായത് പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കുള്ള ഒരാൾ തന്നെയാണ്, നമുക്കറിയാം, പ്രതിപക്ഷത്തിൽ ആണെങ്കിൽ തന്നെ ആ പ്രതിപക്ഷ നേതാവിന് സുരക്ഷ വർദ്ധിപ്പിച്ചു. കാരണം എന്താണ്? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിടക്കുന്നത്. നമ്മുടെ ഒരു മന്ത്രി ആക്രമിച്ചു എന്നുള്ള കാര്യം അറിയാം, ആക്രമിക്കപ്പെട്ടപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഒരു പ്രതിഫലനം പ്രതിപക്ഷ നേതാവിനെതിരെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവർ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ ഏത് സമയത്തും പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന പുതിയുഗ യാത്രയുമായി വരുന്ന ഏതൊരു സമയത്തും ഇനിയൊരു ചെറിയ കല്ലെങ്കിലും അവരുടെ സ്വന്തം പ്രവർത്തകരുടെ കയ്യിൽ നിന്നെങ്ങാനും തെറിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ നെറ്റിയിൽ വീണ് മുറിഞ്ഞാലും ഉത്തരവാദി ആരായിരിക്കും? സ്വാഭാവികമായും DYFIക്കാരും CPMകാരും തന്നെ ആയിരിക്കും. ആദ്യം മനസ്സിലാക്കണം. അതിനുവേണ്ടി അപ്പോൾ അതാണ് പറഞ്ഞ് ഇരയിടുക എന്ന് പറഞ്ഞാൽ ചൂണ്ടയിട്ടിരിക്കുകയാണ്. ഈ ചൂണ്ടയിൽ കൊത്താതിരിക്കുക എന്നുള്ളതാണ് ശരിക്കും ഇടതുപക്ഷക്കാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ സുരക്ഷയിൽ പ്രതിപക്ഷ ഇടയിലേക്ക് ഒരു കരിങ്കൊടി പോലും ഉയർത്തി കാണിക്കാതെയും ഒരു മുദ്രാവാക്യം പോലും വിളിക്കാതെയും നമ്മൾ കടന്നു ചെല്ലണം.